ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിന്ന് ഇവിടെ ഈ ചേർന്ന ഒരു ഉദ്ഘാടന പരിപാടിയുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല. കള്ളന്തോടിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ജാതിയോ മതമോ തമ്മിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഇല്ലാത്തൊരു നാടാണ് ഈ നാട്. എപ്പോഴും മതസൗഹാർദ്ദവും മറ്റു കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചു പോരുന്നതിൽ ഒന്നാമതാണ്. അതിൻ്റെ എല്ലാ കാരണവും ഈ മൺമറഞ്ഞു പോയ നമ്മളെ നയിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരാരും നേതാക്കന്മാരല്ല, അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച പാവം പച്ച മനുഷ്യന്മാരാണ്. അവരുടെ പേര് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല, ഒരു സ്ഥലത്തും അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുകയില്ല. കാരണം അവർ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു വലിയ മഹാസംരംഭമാണ് ഈ കള്ളന്തോടിലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കോഴിക്കോട് ജില്ലയെന്നോ അല്ലെങ്കിൽ മൊത്തത്തിൽ കേരളം സംസ്ഥാനം വരെ ഒന്ന് ചികഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ കള്ളന്തോടിൻ്റെ ഒരു പാരമ്പര്യം മറ്റ് എവിടെയും ഇല്ലാത്ത. കാരണം ഇവിടെ ഒരു ഗ്രൂപ്പിസമോ മറ്റ് സംഭവങ്ങളോ ഒരു അസ്വസ്ഥതകളില്ല. കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് വന്ന ഓഫീസർമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് പിരിഞ്ഞു പോയത്. കാരണം അവർക്ക് കൊടുത്ത സൗകര്യങ്ങളും നമ്മൾ കൊടുത്ത സൗഹൃദങ്ങളും അത്രത്തോളം വലിയതായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയമായിട്ട് പല ഭിന്നിപ്പ് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇവിടെ ഇലക്ഷൻ സമയത്ത് എല്ലാ കുടുംബങ്ങളെപ്പോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു വീട്ടിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നല്ല മതസൗഹാർദ്ദവും ഒരു രാഷ്ട്രീയ വിരോധമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഇവിടുന്ന് പിരിഞ്ഞ് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിന് ഒരുപാട് പാവം പഴയ നേതാക്കന്മാർ നമുക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, എനിക്ക് അനുവദിച്ച സമയം വളരെ കുറവാണ്. ഈ നാടിനെ മറ്റുള്ള ആളുകളും കൂടി കണ്ടു പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഇവിടുത്തെ KMCC ഉണ്ട്. KMCCൻ്റെ പ്രവർത്തനം കള്ളന്തോടിൽ വളരെ സജീവമാണ്. നമ്മൾ എന്താവശ്യം അവരോട് ഉന്നയിച്ചു കഴിഞ്ഞാലും സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ടും ഏത് രീതിയിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളാണോ വേണ്ടി അത് ചെയ്തു തരാനും അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനങ്ങൾ ഏറ്റവും മികച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് വനിതാ ലീഗ്. വളരെ സജീവമാണ്, വളരെ ഒരുപാട് അംഗങ്ങളും ഉള്ള ഒരു വലിയ സെറ്റപ്പോട് കൂടിയാണ് വനിതാ അംഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരൊരിക്കലും നമ്മുടെ നാടിനോ നമ്മളെ പാർട്ടിക്കോ ഇവിടെ മറക്കാൻ പറ്റില്ല. അത്രത്തോളം സേവനങ്ങൾ നമുക്ക് അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ MSF ഇവിടെ വളരെ സജീവമാണ്. ക്യാമ്പസ് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ പ്രകടനങ്ങൾ നമ്മൾ വളരെയധികം കാണുന്നതാണ്. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, ഇവിടെ മികച്ച രീതിയിലൊരു ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് കൊറോണ സമയത്തും അതിൻ്റെ മുമ്പുള്ള ഓരോ ബുദ്ധിമുട്ടുകളും വന്ന സമയത്തും ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് വേണ്ടപ്പെട്ട സേവനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറിക്കൂടിയ ഒരുപാട് ആളുകളുള്ള ഒരു ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് മാസങ്ങളോളം മരുന്നും മറ്റ് ഉപകരണങ്ങളും കൊടുത്ത് സാമ്പത്തിക സഹായങ്ങൾ നൽകി എല്ലാവരെയും ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ കോർത്തുകൊണ്ട് ഞങ്ങളിവിടെ സേവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയാനില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ ഖാദർ മാഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഉദ്ഘാടന ഭാഷണത്തിനായിട്ട് നമ്മുടെ പാണക്കാട് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.